നമസ്കാരം. ഇന്ന് 2024 ഫെബ്രുവരി 15 ശനിയാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കത്തിൽ വാറ്റ് നികുതി ലക്ഷ്യമിടുമെന്ന് പ്രഖ്യാപിച്ചതോടെ രാജ്യം കൂടുതൽ വ്യാപാര നികുതികൾക്ക് വിധേയമാകുമെന്ന ആശങ്ക. യുഎസുമായുള്ള ഇറക്കുമതിയും കയറ്റുമതിയും ഉൾപ്പെടെയുള്ള വ്യാപാര കരാറുകളെ അടിസ്ഥാനമാക്കി വ്യക്തിഗത രാജ്യങ്ങൾക്കായി പരസ്പര താരിഫ് വികസിപ്പിക്കാൻ ട്രംപ് തന്റെ സ്റ്റാഫിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുകെയുടെ വ്യാപാര ബന്ധം മറ്റുള്ളവരെ അപേക്ഷിച്ച് താരിഫുകൾക്ക് വിധേയമാകില്ലെന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ സാധ്യതയുള്ള താരിഫുകൾ കണക്കാക്കാൻ വാറ്റ് അപ്രതീക്ഷിതമായി ഉൾപ്പെടുത്തിയത് ബ്രിട്ടീഷ് ബിസിനസ്സുകളെ ബാധിക്കും. 20% അതിൽ കൂടുതലോ താരിഫ് ആയിരിക്കും ഉൾപ്പെടുത്തുക. വിപണിയിൽ മത്സരം കനത്തതോടെ 2 മോർട്ടേജ് കമ്പനികൾ പലിശ നിരക്കുകൾ കുറച്ചു. സ്റ്റാൻഡേർഡും ബാർക്ലേസുമാണ് മോർട്ടേജ് നിരക്കുകൾ 4% താഴെയാക്കി കുറച്ചത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ കുറച്ചതാണ് നിരക്ക് കുറയ്ക്കുവാനുള്ള ആത്മവിശ്വാസം മോർട്ടേജ് കമ്പനികൾക്ക് നൽകിയത്. 2 കമ്പനികൾ മോർട്ടേജ് നിരക്കുകൾ കുറച്ചത് മറ്റു കമ്പനികളെയും സമാനമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലണ്ടൻ എലിസബത്ത് ലൈനിലെ ലോക്കോ പൈലറ്റുമാർ പണിമുടക്ക് സമരത്തിലേക്ക്. തൊഴിലുടമകളായ MTRനോട് ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. ശമ്പള വർധനവ് ആവശ്യം അംഗീകരിക്കാത്തതാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് ലോക്കോ പൈലറ്റുമാരുടെ ട്രേഡ് യൂണിയൻ ആസ്ലവ് അറിയിച്ചു. ഏകദേശം 500ഓളം ലോക്കോ പൈലറ്റുമാരാണ് ഫെബ്രുവരി 27, മാർച്ച് 1, 8, 10 തീയതികളിൽ പണി നിർത്തിവെച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുന്നത്. സൗത്ത്പോർട്ട് കൊലപാതകിയായ അക്സൽ റൂട്ട് കുബാനയുടെ ജയിൽ ശിക്ഷയുടെ ദൈർഘ്യം പുനഃപരിശോധിക്കണമെന്ന അപ്പീൽ അറ്റോർണി ജനറൽ നിരസിച്ചു. 3 പെൺകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയതിന് 18-കാരനായ റൂട്ട് കുബാന കുറഞ്ഞത് 52 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ചരിത്രത്തിൽ തന്നെ കോടതി ചുമത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ 2ാമത്തെ ശിക്ഷയാണ് റൂട്ട് കുബാനയുടേത്. 2024 ജൂലൈയിലാണ് സൗത്ത്പോർട്ടിൽ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 6, 7, 9 വയസ്സുകളുള്ള 3 പെൺകുട്ടികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വാലന്റൈൻസ് ദിനത്തിൽ പണിമുടക്കിയ യൂബർ ബോട്ട് ഡ്രൈവർമാർ. മെച്ചപ്പെട്ട വേതനത്തിനും തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടിയുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് ആയിരക്കണക്കിന് യൂട്യൂബർ ബോൾട്ട് അഡിസൺലി ഡ്രൈവർമാർ പണിമുടക്കിയതെന്ന് ഇൻഡിപെൻഡന്റ് വർക്കേഴ്സ് യൂണിയൻ ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പറഞ്ഞു. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയായിരുന്നു പണിമുടക്ക്. ലണ്ടൻ, ബർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, കാർഡിഫ്, ബ്രൈറ്റൺ എന്നിവയുൾപ്പെടെയുള്ള നഗരങ്ങളെ വാലന്റൈൻസ് ദിനത്തിലെ തിരക്കേറിയ സമയങ്ങളിലുണ്ടായ പണിമുടക്ക് ബാധിച്ചിരുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് തിരക്കഥാകൃത്തും ടെലിവിഷൻ നിർമ്മാതാവുമായ റസൽ ടി ഡേവിസ് തന്റെ പുതിയ LGBTQ+ ഡ്രാമയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നു. ടിപ്പ് 2 എന്ന 5 ഭാഗങ്ങളുള്ള ചാനൽ 4 പരമ്പരയുമായാണ് ഇത്തവണ അദ്ദേഹം എത്തുന്നത്. ഇറ്റ്സ് എ സീൻ എന്ന പരമ്പരയുടെ വിജയത്തിന് ശേഷം ഡേവിസ് അവതരിപ്പിക്കുന്ന ഈ പുതിയ കഥ മാഞ്ചസ്റ്ററിലെ കനാൽ സ്ട്രീറ്റിൽ ബാർ നടത്തിപ്പുകാരനായ ലിയോയും 2 കൗമാരപ്രായമുള്ള പുത്രന്മാരുള്ള ഇലക്ട്രീഷ്യനായ ക്ലൈവും എന്നിവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ക്വയർ ആസ് പോപ്പ്, ദി സെക്കൻഡ് കമ്മിങ്, കാസിനോവ, ക്യൂക്കംബർ തുടങ്ങിയ നിരവധി പ്രശസ്ത ടെലിവിഷൻ പരമ്പരകളുടെ സൃഷ്ടാവാണ് റസൽ ടി ഡേവിസ്. നിരൂപക പ്രശംസ നേടിയ മമ്മൂട്ടി നായകനായി എത്തിയ ഹൊറർ ത്രില്ലറായ ബ്രഹ്മയുഗം ഇംഗ്ലണ്ടിലെ ഫിലിം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ ഒരു ഫിലിം സ്കൂളിലെ ക്ലാസ്സിൽ മലയാള ചിത്രമായ ബ്രഹ്മയുഗം പ്രദർശിപ്പിക്കുന്നതും ചിത്രത്തിന്റെ സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റി ക്ലാസ് എടുക്കുന്നതുമായി ദൃശ്യങ്ങൾ ഒരു വിദ്യാർത്ഥിയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ ഫൺഹാമിലുള്ള യൂണിവേഴ്സിറ്റി ഫോർ ദി ക്രിയേറ്റീവ് ആർട്സിലെ സൗണ്ട് ഡിസൈനിംഗ് ക്ലാസ്സിൽ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ, സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവ്യർ, നടൻ അർജുൻ അശോകൻ എന്നിവർ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗിൽ ബ്രൈറ്റനെതിരെ ചെൽസിക്ക് തോൽവി. ബ്രൈറ്റന്റെ ഹോം ഗ്രൗണ്ടായ ഫാർമർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ചെൽസിയുടെ പരാജയം. 27-ാം മിനിറ്റിൽ കൗരു മിറ്റോമിയിലൂടെ ബ്രൈറ്റൺ ആദ്യ ഗോൾ നേടി. തുടർന്ന് 38-ാം മിനിറ്റിൽ ലീഡ് യാക്കുംബ മിന്റോയിലൂടെ ഇരട്ടിയാക്കി. 63-ാം മിനിറ്റിൽ മിന്റോ 2ാം ഗോൾ വീണ്ടും നേടിയതോടെ ബ്രൈറ്റൺ 3-0 എന്ന വമ്പൻ ലീഡിലേക്ക് ഉയർന്നു. തോറ്റെങ്കിലും പ്രീമിയർ ലീഗ് പട്ടികയിൽ 43 പോയിന്റുമായി 4ാമത് തുടരുകയാണ് ചെൽസി.
ലിവർപൂൾ, ആർസണൽ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എന്നീ ടീമുകളാണ് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങളിൽ. 37 പോയിന്റുമായി ബ്രൈറ്റൺ 8ാം സ്ഥാനത്താണ്. 119 പേരടങ്ങുന്ന അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ രണ്ടാമത്തെ സംഘം ഇന്ന് ഇന്ത്യയിലെത്തും. അനധികൃത കുടിയേറ്റക്കാരുമായിട്ടുള്ള 2 വിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. രാത്രിയോടെ ആദ്യ വിമാനം അമൃത്സറിൽ ലാൻഡ് ചെയ്യും. ഇന്ത്യ സ്ക്വാഡ് ലാറ്റിൻ എന്ന യൂട്യൂബ് ഷോയ്ക്കിടെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ വിവാദത്തിലായ യൂട്യൂബർ രൺവീർ അലാവാദിയയ്ക്ക് മുന്നറിയിപ്പുമായി മുൻ WWE റെസ്ലിംഗ് താരം സൗരവ് ഗുർജാർ. തന്റെ കൈവശം കിട്ടിയാൽ രൺവീറിന് രക്ഷയുണ്ടാകില്ലെന്നാണ് ഗുർജാർ പറഞ്ഞത്. രൺവീറിന്റെ പരാമർശത്തിന് മാപ്പ് നൽകരുതെന്നും അയാൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ഗുർജാർ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷം ദുർബലമായാൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിമർശനങ്ങൾ ഇടതുപക്ഷത്തെ ദുർബലമാക്കാനല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത്. ചാലക്കുടി പോട്ടയിൽ പട്ടാപ്പകൽ ഫെഡറൽ ബാങ്ക് കൊള്ളയടിച്ച് 15 ലക്ഷം രൂപ കവർന്ന പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 2:15 കവർച്ചയ്ക്ക് ശേഷം അങ്കമാലി ഭാഗത്ത് വരെ മോഷ്ടാവ് എത്തിയതായി പോലീസിന് CCTVയിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു. അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിപുലമായ പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. മുണ്ടക്കൈ ചൂരമല ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച കേന്ദ്ര വായ്പയുടെ വിനിയോഗം ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാർ ഇന്ന് യോഗം ചേരും. സാമ്പത്തിക വർഷത്തെ തന്നെ പദ്ധതികൾ പൂർത്തിയാക്കണമെന്ന നിബന്ധനയും ചർച്ച ചെയ്യും. പദ്ധതി പൂർത്തിയാക്കാൻ കേന്ദ്രത്തോട് സാവകാശം തേടുന്നതും പരിഗണിക്കുന്നുണ്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.